Marxism and Literature by Edmund Wilson, the 12th paragraph, which is the final paragraph of the essay. So in that paragraph, he begins by telling Marxism as something new in the world. It's a new thing. It is a philosophical system which leads directly to programs of action. അപ്പോൾ അത് നമുക്ക് തന്നെ അറിയാം, ഇറ്റ്സ് സംതിങ് ആക്ഷൻ ഓറിയൻറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് അതിനൊരു ന്യൂ ആണ്, പുതിയതാണ്. പിന്നെന്താണ്, ഫിലോസഫിക്കൽ സിസ്റ്റം അത് ലീഡ് ചെയ്യുന്നത് ആക്ഷനിലേക്കാണെന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മിസ്റ്റർ സി നൗ writes example, Mr. Andre Malraux. It's alternate between attempt sometimes brilliancy. ഒരു റൈറ്ററിനെ പറ്റി ഇവിടെ പറയുന്നതാണ്. മിസ്റ്റർ ആൻഡ്രെ മാൽറക്സ് എന്ന ആൾ. അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ലിറ്ററേച്ചർ മിക്സ് ചെയ്തിട്ട് എഴുതുന്ന ആൾക്കാരെയാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അതായത് ലോങ് റേഞ്ച് ഫിക്ഷനും റവല്യൂഷണറി തീമിലേക്ക് രണ്ട് രീതിയിലും എഴുതിയ ആൾക്കാർ. Who alternates between attempts, sometimes brilliant, to write long-range fiction on revolutionary themes and exploits of aviation for the cause of revolution in Spain. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്ന് പറയുകയാണ്. Here creative political action and the more complex kind of imaginative writing have united, at least to the extent that they have arisen from the same vision of history and have been ഇൻക്ലൂഡഡ് ഇൻ ദ കരിയർ ഓഫ് വൺ മാൻ. ഒരാളുടെ കരിയറിൽ തന്നെ ഈ രണ്ട് രീതിയിലുള്ളതും ഇൻക്ലൂഡഡ് ആവുന്ന കേസസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ്. ദ മാർക്സിസ്റ്റ് വിഷൻ ഓഫ് ലെനിൻ, സ്റ്റാലിനല്ല ലെനിൻ്റെയാണ് പറയുന്നത്, ഹാസ് ഇറ്റ് ഇൻ ഇറ്റ്സ് കംപ്ലീറ്റ്നെസ് and its compelling force a good deal in common with the vision of Dante, but partly realized by Lenin during his lifetime and still potent for some years after his death. It was a creation not of literary art but of actual social engineering. ഇപ്പോൾ ഡാൻറ്റയുടെ ക്രിയേറ്റീവ് വിഷൻസ് ഒക്കെയും ലെനിനിൽ കാണാൻ പറ്റും. പക്ഷേ അത് ആ ടൈമിൽ റിയലൈസ് ചെയ്തിട്ടുമില്ല. അതായത് ലൈഫ് ടൈമിനേക്കാളും പിന്നീടാണ് അത് റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ തന്നെ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങും കൂടി, നോട്ട് ജസ്റ്റ് ക്രിയേറ്റീവ് ലിറ്റററി ആർട്ടിന് മാത്രമൊന്നുമല്ല, ബട്ട് ഓഫ് ആക്ച്വൽ സോഷ്യൽ എൻജിനീയറിങ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. It is society itself, says Trotsky, which under communism becomes the work of art. ട്രോട്സ്കി പറയുന്നത് അതേസമയം ലെനിൻ്റെ വിഷൻസ് ഒക്കെ ഉണ്ട്, അതിനൊരുപാട് പൊട്ടൻസി ഉള്ളതാണ്, കൂടുതൽ ഡെവലപ്മെൻറ്റ്, അത് സോഷ്യൽ എൻജിനീയറിംഗ് ആണ് പറയുന്നത്. പക്ഷേ അതേസമയം ഇനി നമ്മൾ ട്രോട്സ്കിയിലേക്ക് പോകുമ്പം which is under, see Trotsky, it is society itself, says Trotsky, which is under communism becomes the work of art. Work of art time ആണ്, സൊസൈറ്റി തന്നെ വർക്ക് ഓഫ് ആർട്ട് ആയി മാറുകയാണ്. The first attempts at this art will be inexpert and they will have refractory material to work with, and the philosophy of the Marxist dialectic involves idealistic and mythological elements which have led too often to social religion rather than to social art. അപ്പോൾ ആദ്യമൊക്കെ ഇത് ഇൻഎക്സ്പേർട്ടായിരിക്കും. അതായത് സൊസൈറ്റി ഇറ്റ് സെൽഫ് എന്താവുകയാണ്, കമ്മ്യൂണിസത്തിൻ്റെ ബിഹാഫിൽ വർക്ക് ഓഫ് ആർട്ടായി മാറുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യമൊക്കെ ഇൻഎക്സ്പേർട്ടായിട്ടായിരിക്കും ചിലപ്പം വർക്ക്സ് വരിക, റിഫ്രാക്ടറി മെറ്റീരിയൽസ് ടു വർക്ക് ദേ ഹാവ് ടു വർക്ക് വിത്ത്. അപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും. ദ ഫിലോസഫി ഓഫ് മാർക്സിസ്റ്റ് ഡയലക്റ്റിക് ഇൻവോൾവ്സ് ഐഡിയലിസ്റ്റിക് ആൻഡ് മിത്തോളജിക്കൽ എലമെൻറ്റ്സ്. ഇനി ഇതിലും നമുക്ക് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള മിത്തോളജിക്കൽ എലമെൻറ്റ്സ് ഒക്കെ ഈ മാർക്സിസ്റ്റ് ഡയലക്റ്റിക്കിൽ നമുക്ക് കാണാൻ പറ്റും. ടു ഓഫൺ ടു ദ സോഷ്യൽ റിലീജിയൻ റാദർ ദാൻ സോഷ്യൽ ആർട്ട്. അതാണ്. അപ്പം ഇതൊക്കെയും സോഷ്യൽ റിലീജിയനിലേക്കാണ് എത്തുക, സോഷ്യൽ ആർട്ടിലേക്കാവണം എന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ അപ്പം അത് ആർട്ടിന് ഇമ്പോർട്ടൻസ് എത്രമാത്രം കൊടുക്കാൻ പറ്റും എന്നുള്ള വ്യൂ പോയിൻ്റാണ് വിൽസൺ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റാൻഡ്, ഓരോ കാലഘട്ടങ്ങളിലെ മാർക്സിസ്റ്റ് തിയറി, മാർക്സിയൻ ഡെവലപ്മെൻറ്റ്സ്, ഇതൊക്കെ അനുസരിച്ചിട്ട്. Yet the human imagination has already come to conceive the possibility of recreating human society. എന്നിരുന്നാലും എന്താണ്, പിന്നെ എത്രമാത്രം ഹ്യൂമൻ സൊസൈറ്റിയെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ, ഹ്യൂമൻ ഇമാജിനേഷൻ
അതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹൗ ക്യാൻ വി ഡൗട്ട് ദാറ്റ് ആസ് ഇറ്റ് acquires the power it must emerge from what will seem by comparison the revolutionary underground of art as we have always known it up to now, and deal with the materials of actual life in ways which we cannot now even foresee. അപ്പോൾ അതാണ് അതിൽ പിന്നെ റവല്യൂഷൻ്റെ സ്പിരിറ്റും അതേ സമയത്ത് തന്നെ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആ റീക്രിയേഷൻ എന്നുള്ളതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷനും ഒക്കെ കൂടിയാവുമ്പം ഇതിന് ഒരു നമുക്ക് മുന്നിട്ട് കാണാൻ പറ്റാത്ത അത്രയും ഡെപ്തിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ റൈറ്റിങ്സ് വരാം. ദിസ് ഇസ് ടു സ്പീക്ക് ഇൻ ടേംസ് ഓഫ് സെഞ്ച്വറീസ് ഓഫ് ഏജസ്, ബട്ട് ഇൻ practicing and prizing literature, we must not be aware of the first efforts of human spirit to transcend literature itself. ഇതൊക്കെയും സെഞ്ച്വറീസും ഏജസും ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്, അല്ലാണ്ട് 1, 2, 3, 10 വർഷങ്ങൾക്കിടയിൽ നടക്കുന്നതല്ല. അപ്പോൾ ഇതിലൊക്കെയും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ലിറ്ററേച്ചറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും പ്രൈസിങ് ലിറ്ററേച്ചർ അതിനൊരു വിലയിടുമ്പോഴും വി മസ്റ്റ് നോട്ട് ബി അൺഅവെയർ ഓഫ് ദി ഫസ്റ്റ് എഫേർട്സ് ഓഫ് ദി ഹ്യൂമൻ സ്പിരിറ്റ് ടു ട്രാൻസെൻഡ് ലിറ്ററേച്ചർ ഇറ്റ്സെൽഫ്. ലിറ്ററേച്ചറിന് ഹ്യൂമൻ ബീങ്സ് ആ റിക്രിയേറ്റ് ചെയ്യാനും അതിനെ ട്രാൻസെൻഡ് ചെയ്യാനും ശ്രമിച്ചതിൻ്റെ എഫേർട്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് പോകുന്നത്. അത് ആ വർക്ക് ഓഫ് ആർട്ട് ഷുഡ് ബി ഡെൽറ്റ് ആസ് വർക്ക് ഓഫ് ആർട്ട് ഇറ്റ് സെൽഫ് ഓൺ ഇറ്റ്സ് ഇസ്തറ്റിക് ടേംസ്, നോട്ട് ജസ്റ്റ് ആസ് എ റവല്യൂഷണറി വെപ്പൺ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാം. ഈ പറയുന്ന സെഞ്ച്വറീസും ഏജസും കടന്ന് അതിൻ്റെ ക്വാളിറ്റി കൂടാം, ഹ്യൂമൻ സൊസൈറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് മാത്രമാവുമ്പോഴാണ് അതൊരു ഷോർട്ട് റേഞ്ച് ലിറ്ററേച്ചറായിട്ട് ഒതുങ്ങിപ്പോവുക. അപ്പം അങ്ങനെ ആയിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ലിറ്ററേച്ചർ ഇറ്റ് സെൽഫ് ടു ബി ട്രാൻസെൻഡഡ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററേച്ചർ ഇറ്റ് സെൽഫ് ടു ബി ട്രാൻസെൻഡഡ്, ദ ഐഡിയ വിൽസൺ വാണ്ട്സ് ടു പ്രൊമോട്ട് ആൻഡ് എംഫസൈസ്. അല്ലാത്ത കംപ്ലീറ്റ് റവല്യൂഷനും കാര്യങ്ങളും അതിൽ ഉണ്ടാവാനേ പാടില്ല എന്നൊന്നും ആരും നിർബന്ധം പറയുന്നില്ല. വിൽസണും അങ്ങനെയൊരു നിർബന്ധമൊന്നുമില്ല. അത് ഏത് മാർക്സിയൻ തിങ്കേഴ്സ് എത്ര ബ്രോഡായിട്ട് ഈ പറയുന്ന ലിറ്ററേച്ചറിനെ ഡീൽ ചെയ്തവർക്കും അറിയാമായിരുന്നു ഈ പറയുന്നൊരു ലിറ്ററേച്ചർ ദാറ്റ് ഈസ് എ വെരി ഗുഡ് വെപ്പൺ, വെരി എഫക്റ്റീവ് മീൻസ് ഓഫ് പ്രൊപ്പഗേറ്റിംഗ് വെപ്പൺ, അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് മീൻസ് ഓഫ് പ്രൊപ്പഗേറ്റിംഗ് ദ ഐഡിയാസ് ഓർ ദ തീംസ് ഓഫ് റവല്യൂഷൻ. പക്ഷേ എല്ലാവരും അതിനെ ആ രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ചിലവരതിന് സംവെയർ വെരി പർട്ടിക്കുലർ ആൻഡ് അഡമൻറ്റ് അബൌട്ട് യൂസിങ് ദാറ്റ്. അത് സ്റ്റാലിനെ പോലുള്ള ആൾക്കാരിലെ പാർട്ടി പൊളിറ്റിക്സ് ഹയസ്റ്റ് ടേംസിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങനെ മാത്രമായി പോയിട്ടുണ്ട്. അതിന് മെനി ഓഫ് ദി റൈറ്റേഴ്സ് സബ്സ്ക്രൈബ്ഡ് ടു ദാറ്റ് മീൻസ്. അങ്ങനെയാണ് അതിൽ പ്രശ്നങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം കൂടി എല്ലാ പോസിബിലിറ്റീസും, ബട്ട് ഇറ്റ് ടേക്സ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്, ഏജസ് ആൻഡ് സെഞ്ച്വറീസ് ടു ഡെവലപ്പ് ഇറ്റ് ഇൻ ദാറ്റ് വേ. പക്ഷേ അതിനൊക്കെ മുന്നേ നടക്കുന്ന ഒരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് ദ ട്രാൻസെൻഡിങ് ഓഫ് ദി ആർട്ട് ഇറ്റ് സെൽഫ്. അതാണ് അതിന് മുന്നേ ഏറ്റവും മുന്നേ നടക്കുന്നത് ലിറ്ററേച്ചറിൻ്റെ ട്രാൻസെൻഡിങ് തന്നെയാണ് എന്നാണ് വിൽസൺ പറഞ്ഞു വെക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ ബൈ എഡ്മണ്ട് വിൽസൺ. ദ എസ്സേ കണ്ടെയ്ൻസ് 12 paragraphs.